നമസ്തേ. ഇപ്പോൾ നമ്മൾ നാലാമത്തെ ബ്ലോക്ക് വിതുരനീതി നാലാമത്തെ ബ്ലോക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ മൂന്നാമത്തെ യൂണിറ്റ് ഏതാ വരുന്നത്? ഇതുവരെ പറഞ്ഞത് എന്തായിരുന്നു? സത്യത്തിന്റെ മഹത്വത്തെ പറ്റി പറഞ്ഞു, പണ്ഡിതൻ ആരാണ്, മൂർഖൻ ആരാണ് എന്നൊക്കെ പറഞ്ഞു. ഇനി മൂന്നാമത്തെ യൂണിറ്റില് ക്ഷമയുടെ മഹത്വത്തെ പറ്റി പറയുന്നതാണ് മൂന്നാമത്തെ യൂണിറ്റ്. ക്ഷമ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യന്തമായിട്ട് ആവശ്യമുള്ള ഒരു സ്വഭാവമാണ്, ഒരു ഗുണമാണ് ക്ഷമ എന്ന് പറയുന്നത്. അപ്പൊ ക്ഷമയുടെ മഹത്വത്തെ പറ്റിയാണ് മൂന്നാമത്തെ യൂണിറ്റിൽ, നാലാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റിൽ പറയുന്നത്. അതെങ്ങനെയാണ്? 53-ാമത്തെ ശ്ലോകം മുതൽ 57-ാമത്തെ ശ്ലോകം വരെയാണ് ക്ഷമയുടെ മഹത്വത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. അപ്പൊ ക്ഷമയുടെ മഹത്വത്തെ പറ്റി പ്രതിപാദിക്കുക. ക്ഷമായാഹ മഹത്വം അധികൃത്യ വിശദയത എന്ന ചോദ്യം കണ്ടു കഴിഞ്ഞാൽ ഈ ശ്ലോകങ്ങളുടെ ആശയം ചേർത്ത് വേണം എഴുതാൻ. അതിൽ ഒന്നാമത്തെ ശ്ലോകം നോക്കാം. ക്ഷമാവാൻ അശക്തഃ ഇത്യേകമേവ ദോഷം തസ്മിൻ ജനാഃ പശ്യന്തി. ക്ഷമാവാൻ അശക്തഃ, ക്ഷമയുള്ളവൻ അശക്തനാണ്, ശക്തിയില്ലാത്തവനാണ്. ഇത്യേകമേവ ദോഷം, ഈ ഒരു ദോഷം മാത്രമേ അവനിൽ മറ്റു ജനങ്ങൾ കാണുന്നുള്ളൂ. കിന്തു ക്ഷമാ ഏവ പരമം ബലം. എന്നിരുന്നാലും ക്ഷമയുള്ളവൻ ശക്തിയില്ലാത്തവനാണ്, അവനെ കൊണ്ടൊന്നിനും സാധിക്കില്ല എന്ന് മറ്റുള്ളവർ പറയും. എന്നിരുന്നാലും ക്ഷമയാണ് ഏറ്റവും വലിയ ബലം അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത്. ഏകഃ ക്ഷമാവതാം ദോഷോ ദ്വിതീയോ നോപപദ്യതേ യദേനം ക്ഷമയാ യുക്തം അശക്തം മന്യതേ ജനഃ. ക്ഷമാവതാം ഏകഃ ദോഷഃ ഉപപദ്യതേ. ക്ഷമയുള്ളവർക്ക്, ക്ഷമവാന്മാരായിരിക്കുന്നവർക്ക് ഒരൊറ്റ ദോഷം മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. ദ്വിതീയഃ ന, മറ്റൊരു ദോഷവും ഇല്ല. യത്, എന്താണത്? ജനഃ ക്ഷമയാ യുക്തം, മറ്റുള്ള ജനങ്ങൾ, ലോകർ, സമൂഹം ക്ഷമയായുക്തം, ക്ഷമയുള്ള ഒരുവനെ, ഒരു പുരുഷനെ, ഏനം അശക്തം മന്യത, ക്ഷമയുള്ളവനെ എന്ത് വിചാരിക്കുന്നു? അശക്തനായിട്ട് കരുതുന്നു, ശക്തിയില്ലാത്തവനായിട്ട് കരുതുന്നു. അപ്പോൾ ക്ഷമയുള്ളവർക്ക് ഒരൊറ്റ ദോഷം മാത്രമേ ഉള്ളൂ, മറ്റൊരു ദോഷവും ഇല്ല. എന്താണത്? മറ്റുള്ള ജനങ്ങൾ ഇവരെ അശക്തരായി കണക്കാക്കുന്നു, ഒന്നിനും കഴിയാത്തവരായി കണക്കാക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ ക്ഷമാപ്രഭാവം വർണ്ണയതി, ക്ഷമയുടെ പ്രഭാവത്തെ, മഹിമയെ വർണ്ണിക്കുകയാണ്. സോസ്യ ദോഷോ ന മന്തവ്യ ക്ഷമാ ഹി പരമം ബലം ക്ഷമാ ഗുണോ ഹി അശക്താനാം ശക്താനാം ഭൂഷണം ക്ഷമാ ക്ഷമാ വശീകൃതിർലോകേ ക്ഷമയാ കിം ന സിദ്ധ്യതി. എന്താ പറയുന്നത്? ക്ഷമാ സഹ അസ്യ ദോഷഃ ന, അത് എന്താണ്? മറ്റുള്ളവരാൽ ദോഷം ആരോപിക്കപ്പെടുന്നു അല്ലെങ്കിൽ അശക്തനാണ് എന്ന് കരുതപ്പെടുന്നു എന്നത് ക്ഷമയുള്ളവരുടെ ദോഷമൊന്നുമല്ല, അവരുടെ കുറ്റമൊന്നുമല്ല. പിന്നെ എന്താണ്? ക്ഷമ പരം ബലം ഹി, ക്ഷമയാണ് പരമമായ ശ്രേഷ്ഠമായിട്ടുള്ള ശക്തി എന്ന് പറയുന്നത്. ക്ഷമ അശക്താനാം ഗുണഃ ഹി, ക്ഷമ എന്താണ്? ശക്തിയില്ലാത്തവർക്ക്, അശക്തരായിട്ടുള്ളവർക്ക്, ദുർബലന്മാർക്ക് ഗുണം തന്നെയാണ്. ക്ഷമ ശക്താനാം ഭൂഷണം, ക്ഷമ എന്താണ്? ശക്തരായിട്ടുള്ളവർക്ക്, ശക്തിശാലികളായിട്ടുള്ളവർക്ക് ഒരു അലങ്കാരമാണ്. ക്ഷമ വശീകൃതി ലോകേ, ക്ഷമയാണ് മറ്റുള്ളവരെ വശീകരിക്കുവാനുള്ള, മറ്റുള്ളവരെ വശത്താക്കാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ള ഉപായമായിട്ടുള്ളത്. ക്ഷമയാ കിം ന സാധ്യതേ, ക്ഷമയാൽ, സഹിഷ്ണുതയാൽ എന്താണ് സാധ്യമല്ലാതുള്ളത്?
സ അസ്യ ദോഷഃ. അപ്പൊ മുമ്പ് പറഞ്ഞു ക്ഷമയുള്ളവരെ ലോകമെല്ലാം എന്തായി കണക്കാക്കുന്നു? അശക്തരായി കണക്കാക്കുന്നു. അങ്ങനെ ശക്തിയില്ലാത്തവരായി കണക്കാക്കപ്പെടുന്നത് എന്താണ്? ക്ഷമയുള്ളവരുടെ ഒരു കുറ്റമൊന്നുമല്ല. പിന്നെ എന്താണ്? ക്ഷമ പരം ബലം ഹി. ക്ഷമ അത്യധികമായിട്ടുള്ള ശക്തിയാണ് ക്ഷമ. ക്ഷമ അശക്താനാം ഗുണഃ ഹി. ക്ഷമയാകട്ടെ ദുർബലർക്ക് എന്താണ്? ഒരു ഗുണമാണ് ക്ഷമ. ക്ഷമ ശക്താനാം ഭൂഷണം. ശക്തിയുള്ളവരുടെ, ബലവാന്മാരുടെ, ശക്തർക്ക് എന്താണ്? ഒരു അലങ്കാരമാണ് ക്ഷമ. ക്ഷമ വശീകൃതി ഹി ലോകേ. ക്ഷമ എന്താണ്? മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ള ഒരു ഉപായമാണ് ക്ഷമ. ക്ഷമയാ കിംന സാധ്യതേ. ക്ഷമ കൊണ്ട് എന്താണ് സാധ്യമല്ലാതുള്ളത്? സഹിഷ്ണുത കൊണ്ട്, സഹനശക്തി കൊണ്ട് എന്താണ് സാധ്യമല്ലാതുള്ളത് എന്ന് പറയുന്ന ശ്ലോകമാണ് ഇത്. അടുത്തത് ക്ഷമ ശക്തിമത്തമഃ ആയുധഃ. ക്ഷമയാണ് ഏറ്റവും ശക്തിമത്തായിട്ടുള്ള, ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം എന്ന് പറയുകയാണ്. ശാന്തി ഖഡ്ഗ കരേയസ്യ കിം കരിഷ്യതി ദുർജനഃ അതൃണേ പതിതോ വന്നി സ്വയമേവോപശാമ്യതി. യസ്യ കരേ ശാന്തി ഖഡ്ഗഃ. യാതൊരു മനുഷ്യന്റെ കൈകളിലാണോ ശാന്തി ഖഡ്ഗഃ, ശാന്തിയാകുന്ന, സമാധാനമാകുന്ന വാൾ വർത്തിക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്, ദുർജനഃ കിം കരിഷ്യതി. ദുഷ്ടനായിട്ടുള്ള ഒരാൾക്ക് ആ ആളെ എന്താണ് ചെയ്യാൻ സാധിക്കുക? അപ്പോൾ ശാന്തിയാകുന്ന, സമാധാനമാകുന്ന വാൾ കയ്യിലേന്തിയ മനുഷ്യനെ, ദുഷ്ടന് എന്താണ് ചെയ്യുവാൻ സാധിക്കുക? ആത്രണേ പതിതഃ വന്യഃ. പുല്ലുകൾ, ഉണങ്ങിയ പുല്ലുകളൊന്നും ഇല്ലാത്തതായ പ്രദേശത്ത് വീണതായിട്ടുള്ള അഗ്നി അല്ലെങ്കിൽ തീപ്പൊരി സ്വയം ഏവ ഉപശാമ്യതി. സ്വയം അണഞ്ഞു പോവുകയാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ യാതൊരു മനുഷ്യന്റെ കൈകളിലാണോ ശാന്തിയാകുന്ന ആയുധം അല്ലെങ്കിൽ വാൾ ഉള്ളത്, അവനെ, ദുഷ്ടനായ ഒരുവന് എന്ത് ചെയ്യുവാൻ സാധിക്കും? എന്തുപോലെ? പുല്ലില്ലാത്ത ഒരിടത്ത്, പുല്ലുകൾ കളർന്നിട്ടില്ലാത്തതായ ഒരിടത്ത് വീണ തീ എന്ത് ചെയ്യും? സ്വയമേ തന്നെ അണഞ്ഞു പോവുകയാണല്ലോ ചെയ്യാറുള്ളത്. അതുപോലെ ക്ഷമയുള്ള ഒരുവനോട് എത്രയേറെ എതിർക്കാൻ പോയാലും അവനിൽ നിന്നും യാതൊരു പ്രതികരണവും ലഭിക്കുകയില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ഷമ ഏവ ശമപ്രധാന. ക്ഷമയാണ് ശമപ്രധാനമായിട്ടുള്ളത്, അതായത് സമാധാന പ്രധാനമായിട്ടുള്ളത് എന്താണ്? ക്ഷമയാണ്. ഏകോ ധർമ്മ പരം ശ്രേയ ക്ഷമൈക ശാന്തിരുത്തമ വിദ്യൈക പരമാ തൃപ്തി അഹിംസൈക സുഖാവഹ. ഏകഃ ധർമ്മഃ പരം ശ്രേയഃ. ധർമ്മം ഒരെണ്ണം മാത്രമാണ്, അല്ലെങ്കിൽ സ്വന്തം ധർമ്മം ആചരിക്കുക എന്നത് മാത്രമാണ് മനുഷ്യന് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത്. ഏകാ ക്ഷമ ഉത്തമ ശാന്തി. ക്ഷമയാണ് മറ്റുള്ളവർ ചെയ്ത തെറ്റുകളിൽ കാണിക്കുന്ന അപരാധങ്ങളെ നമ്മൾ കാണിക്കുന്ന ക്ഷമയാണ്, അല്ലെങ്കിൽ അവയെയല്ല, മറ്റുള്ളവരുടെ അപരാധങ്ങളെ ക്ഷമയോടെ നേരിടുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശാന്തി എന്ന് പറയുന്നത്. ഏകാ വിദ്യ പരമാ തൃപ്തി. വിദ്യ ഒന്നു മാത്രമാണ്, അറിവ് ഒന്നു മാത്രമാണ് പരമമായിട്ടുള്ള സംതൃപ്തിയെ നൽകുന്നത്. സുഖാവഹ. ഹിംസാരഹിതമായിട്ടുള്ള, ഉപദ്രവങ്ങളൊന്നും ഇല്ലാതെ സുഖം നൽകുന്നതും എന്താണ്? ക്ഷമ ഒന്നു മാത്രമാണ്. അപ്പോൾ ഏകഃ ധർമ്മഃ പരം ശ്രേയഃ. ധർമ്മം ഒന്നു മാത്രമാണ്, സ്വന്തം ധർമ്മം ചെയ്യുക എന്നത് ഒന്ന് മാത്രമാണ് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ളത്. ഏകാ ക്ഷമ ഉത്തമ ശാന്തി. മറ്റുള്ളവരുടെ അപരാധങ്ങളിൽ ക്ഷമയോടെ ശാന്തി പുലർത്തുക എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശാന്തി എന്ന് പറയുന്നത്. ഏകാ വിദ്യ പരമാ തൃപ്തി. വിദ്യ, അറിവ് ഒന്നു മാത്രമാണ് ഏറ്റവും പരമമായിട്ടുള്ള
സംതൃപ്തിയെ തരുന്നത്. അതുപോലെ തന്നെ അഹിംസ സുഖാവഹ, അഹിംസ എന്നുള്ളൊരു വാക്കോടെ വിട്ടുപോയിട്ടുണ്ട് അന്വയത്തില്. അഹിംസ സുഖാവഹ, അഹിംസ ഒന്ന് മാത്രമാണ് എന്ത് സുഖം നൽകുന്നതായിട്ടുള്ളത്. അഹിംസ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാതിരിക്കുക, ഉപദ്രവിക്കാതിരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയുമാണ് ക്ഷമയുടെ മഹത്വം. മൂന്നാമത്തെ യൂണിറ്റിൽ ഇത്രയുമാണ് പ്രതിപാദിക്കുന്നത്. ക്ഷമയുടെ മഹത്വത്തെ പറ്റി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത യൂണിറ്റ് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.